എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒറ്റ ഉത്തരവേ ഉള്ളൂ, മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ്. ഇതൊരു AI ആപ്പാണ്. നിങ്ങളുടെ ഏത് പ്രോബ്ലത്തിനും കറക്റ്റായിട്ടുള്ള, ലോജിക്കലി കറക്റ്റായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഈ ആപ്പ് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങളുടെ ഇമോഷനും സ്ട്രെസ്സും മനസ്സിലാക്കാതെ പെരുമാറുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പകരം റീപ്ലേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആപ്പാണിത്. ഇതിൽ അഡിക്റ്റ് ആവാതെ മാത്രം നോക്കിയാൽ മതി. ഞാൻ ആപ്പ് ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റ്. ഇതിൻ്റെ റേറ്റിംഗ് നോക്കാം. 4.7 ആണ് റേറ്റിംഗ് വരുന്നത്. അതുപോലെ നല്ല റിവ്യൂ ഉണ്ട്. ഇനി ChatGPTയുടെ റേറ്റിംഗ് നോക്കാം. 4.5 ആണ്. രണ്ടിനും രണ്ടിൻ്റെതായ ഫീച്ചർ ഉണ്ട്, പക്ഷേ ഒന്നുകൂടി ബെറ്ററായിട്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് കോപ്പൈലറ്റാണ്. ഞാൻ യൂസ് ചെയ്ത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. മറ്റു ലാംഗ്വേജ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക, എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. കാരണം ഒരു ആപ്പിനെ എങ്ങനെയാണ് ഒരു മനുഷ്യനെ പോലെ ഇത്രയും ഇൻ്റലിജൻ്റായിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളെ ശരിക്കും അത് അത്ഭുതപ്പെടുത്തും. നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടതിന് താങ്ക് യു.